കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണാൻ ഏകദേശം ഒരേ ഫേസ് കട്ടുള്ള നടീനടന്മാരെ പറ്റി പറയും. ഇതതിന്റെ പാർട്ട് 2 ആണ്. നമ്മൾ ആദ്യം ചെറുപ്പകാലം അഭിനയിച്ചതിൽ ഏറ്റവും മാച്ചിങ് ആയ നടന്മാരെയാണ് നോക്കുന്നത്. എന്നിട്ട് ബാക്കി നോക്കാം. ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു നടനെ സെലക്ട് ചെയ്യും. നടന്മാരെ ഒരുപാട് കിട്ടും, എന്നാൽ ചില ക്യാരക്ടേഴ്സിന്റെ കുട്ടിക്കാലം കാണിക്കേണ്ടി വരും. കുട്ടിക്കാലം പെർഫെക്റ്റ് ആയി കാണിക്കണമെങ്കിൽ ഇതേ നടന്റെ ഫേസ് കട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരണം. ഇത് കണ്ടുപിടിക്കാൻ തന്നെ അല്പം പ്രയാസമാണ്. ഇനി കണ്ടുപിടിച്ചാൽ തന്നെ കുട്ടിക്ക് അഭിനയിക്കാൻ അറിയാം. രണ്ടും കറക്റ്റായ ഒരാളെ കിട്ടുന്നത് വളരെ റെയറാണ്. ലിസ്റ്റിലാക്കിയത് ഉസ്താദ് പോത്തൻ സിനിമയാണ്. ഈ ഒരു സിനിമ ആ വർഷം വലിയൊരു വിജയം നേടി. വളരെ മികച്ചൊരു മ്യൂസിക്കൽ സിനിമയായിരുന്നു. ഈ ഒരു സിനിമയിൽ നായകന്റെ ലവ് സ്റ്റോറിയേക്കാൾ കൂടുതൽ കരീമത്ത എന്ന ക്യാരക്ടറിന്റെ ഈ ഒരു ലവ് സ്റ്റോറി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഒരു മ്യൂസിക്കിന് വളരെ ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു സീനിൽ ജഗൻ രജു എന്ന വ്യക്തിയാണ് കരീമിക്ക ക്യാരക്ടറിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത്. ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയും. അടുത്തത് ലാലേട്ടന്റെ പ്രണയം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ബോളിവുഡ് സ്റ്റാറായ അനുപം ഖേറും ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. ഈ ഒരു സിനിമയിൽ ഗ്രേസ് എന്ന ക്യാരക്ടറിന്റെ ചെറുപ്പകാലം കാണിച്ച സീനുകൾ വളരെ മാച്ചിങ് ആയിരുന്നു. നിവേദ തോമസ് ആയിരുന്നു ചെറുപ്പകാലം ചെയ്തത്. വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അടുത്ത സിനിമയാണ് ഉയരെ എന്ന സിനിമ. ആസിഡ് അറ്റാക്കിൽ ഫേസിന്റെ ഒരു വശം പൂർണ്ണമായി തകർന്ന ഫീമെയിൽ ക്യാരക്ടർ ഇതേ ഫേസ് വെച്ചുകൊണ്ട് തന്നെ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതാണ് സിനിമയുടെ സ്റ്റോറി ലൈൻ. നല്ലൊരു മോട്ടിവേഷണൽ സിനിമയാണ്. നടി പാർവതിയായിരുന്നു ഈ ഒരു സിനിമയിൽ പല്ലവി എന്ന ക്യാരക്ടറെ ചെയ്തത്. ഈ ഒരു ക്യാരക്ടറിന്റെ ചെറുപ്പകാലം കാണിച്ച സീനുകളും അത്യാവശ്യം മാച്ചിങ് ആയിരുന്നു. എവിലിൻ എന്ന കുട്ടിയായിരുന്നു ഈ ഒരു ക്യാരക്ടറെ ചെയ്തത്. മുടിയും ഫേസും നല്ല മാച്ചാണ്. അടുത്തത് ജയ എന്ന സിനിമയാണ്. ബേസിൽ ജോസഫും ദർശന രാജേന്ദ്രനുമായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ ജയ ക്യാരക്ടറിന്റെ ചെറുപ്പകാലം കാണിച്ച സീനുകൾ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഈ ഒരു കുട്ടി വരുന്നു. അടുത്തത് വിക്രമാദിത്യ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ദുൽഖറിന്റെ ഫ്ലാഷ് ബാക്ക് സീനിൽ ഈ ഒരു കുട്ടി ആ ഒരു ക്യാരക്ടറുമായി നല്ലൊരു മാച്ചിങ് ആയിരുന്നു. ഇതുപോലെ ദുൽഖറിന്റെ പോലെയുള്ള ഒരു കുട്ടി തെലുങ്കിലുണ്ട്. ദുൽഖറിന് ഇത്രയും മാച്ചായ ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാകില്ല. ആ ഒരു പയ്യനാണ് ഈ നിൽക്കുന്ന പയ്യൻ. വിനയവിധേയ രാമ എന്ന സിനിമയിൽ രാംചരന്റെ ചെറുപ്പകാലമാണ് ഈ ഒരു കുട്ടി അഭിനയിച്ചത്. പക്ഷെ ഈ ഒരു കുട്ടിക്ക് രാംചരനുമായി യാതൊരു മാച്ചും ഇല്ല. മാച്ചിങ് ഉള്ളത് ദുൽഖറിനെ മീശവടി ഡിയേജിങ് ചെയ്ത് വിട്ടാൽ ഇതേ ലുക്കായിരിക്കും. അടുത്ത സിനിമയാണ് സ്ഫടിക സിനിമയിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ചെറുപ്പകാലം നല്ലൊരു മാച്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് തോമ ക്യാരക്ടർ. ഈ ഒരു വ്യക്തി ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു മാച്ചിങ് ആയിരുന്നു. അടുത്ത സിനിമയാണ് റാണി പത്മിനി എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ മഞ്ജു വാര്യറിന്റെ ചെറുപ്പകാലം ചെറുതായി മാച്ച് ആവുന്നു. അടുത്ത സിനിമയാണ് കൂടെ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജ് ക്യാരക്ടറിന്റെ ചെറുപ്പകാല സീനുകൾ വളരെ മാച്ചിങ് ആയിരുന്നു. അടുത്ത സിനിമയാണ് തൃശൂർ പെരൂർ ക്ലിപ്തം. ഈ ഒരു സിനിമയിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ ബാബുരാജിന്റെ ചെറുപ്പകാലം പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു. മറ്റു ക്യാരക്ടേഴ്സിന്റെയും ചെറുപ്പകാലം മാച്ച് ആവുന്നുണ്ടെങ്കിലും ബാബുരാജ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അടുത്ത സിനിമയാണ് കമ്മട്ടിപ്പാട് സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ചെറുപ്പകാലം വളരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അടുത്തത് ഒരു ഹോളിവുഡ് സിനിമയാണ് മെൻ ഇൻ ബ്ലാക്ക് എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ടോമി ലീ ജോൺസ് ആയിരുന്നു ഏജന്റ് കെ എന്ന ക്യാരക്ടറെ ചെയ്തത്. ഒരു വയസ്സായ ഏജന്റ്. ഈ ഒരു സിനിമയിൽ തന്നെ ടൈം ട്രാവൽ ചെയ്ത് ഏജന്റ് കെയുടെ യങ്ങർ വെർഷൻ കാണിക്കുന്നുണ്ട്. താനോസായും ഡെഡ് പൂളിലും അഭിനയിച്ച ജോർജ് ബോളിനായിരുന്നു ഈ ഒരു ക്യാരക്ടറെ ചെയ്തത്. രണ്ടുപേരും പെർഫെക്റ്റ് ആയി മാച്ച് ആവുന്നു. അടുത്തത് അറ്റോൺമെന്റ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ബ്രൈനി എന്ന ക്യാരക്ടറും ബ്രൈനിയുടെ കുട്ടിക്കാലവും വയസ്സായ കാലവും കാണിക്കുന്നു. രണ്ടുപേരും പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു. അടുത്തത് നമ്മുടെ ജാക്കി ചാൻ രണ്ടുപേരായി മാച്ച് ആവുന്നുണ്ട്. ഒന്നാമത്തേത് ഫാവോനിൻ ഫോക്കർ എന്ന സിനിമയിൽ വില്ലനായി വന്ന ഇൻറ്റിസ് എന്ന നടനാണ്. വലിയൊരു മാച്ചിങ് ഇല്ല, എങ്കിലും ചെറിയൊരു മാച്ച്. ഇതുപോലെ ഹോളിവുഡിലെ ഹ്യൂ ക്യുവാൻ എന്ന നടൻ ജാക്കി ചാനുമായി മാച്ച് ആവുന്നുണ്ട്. ചില ആംഗിളിൽ നോക്കിയ കറക്റ്റ് ജാക്കി ചാൻ. അടുത്തത് ഒരു നടനല്ല, നമ്മുടെ PM ആണ്. പിണറായി വിജയൻ മലേഷ്യൻ PM ആയ മഹത്തീർ മുഹമ്മദുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. ഇദ്ദേഹത്തിന് 99 വയസ്സുണ്ട്. രണ്ടുപേരെയും കണ്ടാൽ ചേട്ടനനിയം പോലെ തോന്നും. അടുത്തത് നമ്മുടെ വിജയണ്ണൻ ആദ്യകാലങ്ങളിൽ ജയുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് മമിത ബൈജുവുമായി മാച്ച് ആവുന്ന രണ്ടുപേരും. ഒന്നാമത്തേത് തമിഴ് തെലുങ്ക് നടിയായ സുനൈന. വലിയൊരു മാച്ചിങ് അല്ലെങ്കിൽ ചെറുതായി മാച്ച് ആവുന്നു. അടുത്തത് കായാട് ലോഹറ. ഇവർ തമ്മിലും മാച്ചിങ്. അടുത്തത് നടി നസ്രിയയുമായി തമിഴ് തെലുങ്ക് നടിയായ വർഷ കൊല്ലമ്മ ചെറിയൊരു മാച്ചിങ്ങും. ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരുന്ന്. അടുത്തത് അസിനാണ്. മലയാളത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും അസിന് തമിഴിൽ വലിയൊരു വിജയമായി. ഇപ്പോൾ വലിയൊരു ആക്റ്റീവ് അല്ലെങ്കിലും ഒരു ടൈമിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അസിന്റെ പോലെയുള്ള ഒരു നടി തമിഴിൽ തന്നെയുണ്ട്. അത് മറ്റാരുമല്ല, ഷംന കാസിമാണ്. രണ്ടുപേരെയും കണ്ടാൽ സിസ്റ്റേഴ്സ് ആയി തോന്നും. അടുത്തത് നടി ദീപ്തി സതിയും മറ്റൊരു നടിയായ അതിഥി രവിയും തമ്മിൽ ചെറിയൊരു മാച്ചിങ്ങും. അടുത്തത് സമാന്തയും പവിത്ര ലക്ഷ്മിയും തമ്മിൽ നല്ലൊരു മാച്ചിങ്ങും. രണ്ടുപേരെയും കണ്ടാൽ സിസ്റ്റേഴ്സ് ആയി തോന്നും. അടുത്തത്
ക്രിസ്റ്റഫർ നോളന്റെ വേൾഡ് ഫേമസ് സിനിമയായ ഇന്റർസ്റ്റെല്ലാർ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മകൾ ക്യാരക്ടറായ മർഫ് എന്ന ക്യാരക്ടറെ കാണിക്കുന്നു. മെക്കനൈസ് പോയി എന്ന കുട്ടിയായിരുന്നു മർഫ് ക്യാരക്ടറെ ചെയ്തത്. അല്പം കഴിഞ്ഞ് കുട്ടി വളർന്നതായി കാണിക്കുന്നു. ജെസിക്ക ചെസ്റ്റൈനാണ് വലിയ മർഫിനെ ചെയ്തത്. ലാസ്റ്റ് വയസ്സായ മർഫിനെ കാണിക്കുന്നു. എലൻ ബർസ്റ്റിനാണ് വയസ്സായ മർഫിനെ ചെയ്തത്. 3 പേരും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് ഹോബിറ്റ് എന്ന സിനിമയാണ്. ഹാരി പോട്ടർ പോലെ വേൾഡ് ഫേമസ് ട്രിയോളജിയാണ് ലോർഡ് ഓഫ് റിങ്സ്. ഇതിന്റെ സ്പിൻ ഓഫ് ആയിരുന്നു ഹോബിറ്റ് ട്രിയോളജി. ഈ ഒരു സിനിമയിൽ ഇയാം ഹോളമായിരുന്നു വയസ്സായ നായകനായ ബിൽബോ ബാഗിൻസ് എന്ന ക്യാരക്ടർ. പിന്നീട് മാർട്ടിൻ ഫ്രീമാൻ യങ് ആയ ബിൽബോയെ ചെയ്തു. 2 പേരും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് ഡാർക്ക് സീരീസ് ആണ്. ഡാർക്ക് സീരീസിൽ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും വളരെ പെർഫെക്റ്റ് ആണ്. അടുത്തത് ബാൻഷി ബോയ് സീരീസിലെ ഹോംലാൻഡറായ ആന്റണി സ്റ്റാർ ആണ്. ആന്റണി സ്റ്റാറും മറ്റൊരു നടനായ സ്കോട്ട് സ്പീഡ്മാനെയും കണ്ട ബ്രദേഴ്സ് ആയി തോന്നും. അടുത്തത് ദിനേഷ് പണിക്കർ. ഇദ്ദേഹം തലൈ വാസൽ വിജയുമായി ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് നടൻ ഡാരൻ ബോയ്ഡ് ആണ്. ഡാരൻ ബോയ്ഡും നമ്മുടെ രാഹുൽ ഗാന്ധിയും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പലരും കമന്റായി പറഞ്ഞിരുന്നു ദീപിക പദുക്കോണും അമല പോളും തമ്മിൽ മാച്ച് ഉണ്ട്. ചെറിയൊരു മാച്ചിങ് ഉണ്ട്. എങ്കിലും കൂടുതൽ മാച്ചിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇറാനിയ ഷെയ്ഖാണ്. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സുമായി മാച്ച് ആവുന്ന സെലിബ്രിറ്റീസിനെ നോക്കാം. ആദ്യത്തേത് നമ്മുടെ ആൻഡ്മാനായ റോബർട്ട് ഡോണി ജൂനിയർ ആണ്. ഇദ്ദേഹം 92 ചാർലി ചാപ്ലിന്റെ ബയോഗ്രഫി ഫിലിമായ ചാപ്ലിൻ എന്ന സിനിമ ചെയ്തു. ചാർലി ചാപ്ലിൻ റോബർട്ട് ഡോണി ജൂനിയർ 2 പേരും ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് ദ ഡോഴ്സ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ജിം മോറിസൺ സിംഗറിന്റെ ബയോഗ്രഫിക് സ്റ്റോറിയായിരുന്നു. വാൽ കിംലർ ആണ് ജിം മോറിസണായി വന്നത്. 2 പേരും പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു. ഒറിജിനൽ പോലെ തന്നെയുണ്ട്. അടുത്തത് ലിങ്കൺ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ അബ്രഹാം ലിങ്കന്റെ സ്റ്റോറിയായിരുന്നു. ഡാനിയൽ ഡേ ലൂയിസ് ആണ് അബ്രഹാം ലിങ്കനായി അഭിനയിച്ചത്. 2 പേരും പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു. അടുത്തത് ഹിറ്റ്ലർ ഇൻ ഡൗൺഫാൾ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഹിറ്റ്ലറിന്റെ സ്റ്റോറിയായിരുന്നു. ബ്രൂണോ ഗാൻസ് ആണ് ഹിറ്റ്ലറായി വന്നത്. 2 പേരും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. ഹിറ്റ്ലറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹിറ്റ്ലറും ചാർലി ചാപ്ലിനും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് ഇൻവിക്ടസ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നെൽസൺ മണ്ടേലയുടെ സ്റ്റോറിയായിരുന്നു. മോർഗൻ ഫ്രീമാൻ ആയിരുന്നു നെൽസൺ മണ്ടേല. 2 പേരും ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് ഗാന്ധി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഗാന്ധിജിയുടെ ബയോഗ്രഫി ആയിരുന്നു. ബെൻ കിങ്സ്ലി ആയിരുന്നു ഗാന്ധിജിയായി വന്നത്. 2 പേരും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് മോൺസ്റ്റർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ അലീൻ വുർണോസ് എന്ന സീരിയൽ കില്ലറിന്റെ സ്റ്റോറിയാണ് കാണിച്ചത്. ചാർലൈസ് തിറോൺ ആയിരുന്നു അലീൻ വുർണോസ് ആയി വന്നത്. 2 പേരും നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് സ്റ്റീവ് ജോബ്സ് ഇൻ ജോബ് എന്ന സിനിമയാണ്. അഷ്ടോൺ ഖത്തറായിരുന്നു സ്റ്റീവ് ജോബ്സ് ആയി വന്നത്. 2 പേരും നല്ല മാച്ചിങ് ആണ്. അടുത്തത് ഹാരി പോട്ടറിലെ ഡംബൽഡോർ ക്യാരക്ടറാണ്. ആദ്യ സിനിമയിൽ റിച്ചാർഡ് ഹാരിസ് ആയിരുന്നു ഡംബൽഡോർ ക്യാരക്ടറെ ചെയ്തത്. പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടു. ബാക്കി എല്ലാ സിനിമയും മൈക്കിൾ ഗാംബോൺ ഡംബൽഡോർ ക്യാരക്ടറെ ചെയ്തു. അതായത് ലോർഡ് ഓഫ് റിങ്സിലെ അപ്പൂപ്പൻ വന്നാണ് ഡംബൽഡോർ അപ്പൂപ്പനെ ചെയ്തത്.